ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സാധാരണ എല്ലാ ദിവസവും പോലത്തെ കാര്യങ്ങൾ തന്നെയാണ്. സാധാരണ എല്ലാ വീഡിയോയിലും രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളുണ്ടാവും. പക്ഷേ ഇന്നത്തേൽ ഉച്ചവരെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇന്ന് മക്കളുടെ സ്കൂൾ തുറക്കുന്ന ദിവസമാണ്. ഇന്ന് കേശുവിന് ഉച്ചവരേ ഉള്ളൂ. ദേവുട്ടിക്കാണെങ്കിൽ വൈകുന്നേരം വരെ ഉണ്ട്. അവൾ LP സ്കൂളിലാണ് കേട്ടോ. അവളും ഇനിയും 3ാം ക്ലാസ്സിലാണ്. കേശു ആണെങ്കിൽ 8ിലോട്ടാണ്. അപ്പോൾ മോന് പുതിയ സ്കൂളാണ്. അപ്പോൾ പുതിയ സ്കൂളിൽ പോകുന്നതിൻ്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ട്. എങ്കിലും ടെൻഷൻ അടിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സമാധാനിപ്പിച്ചൊക്കെ ഇരിക്കുകയാണ്. കേശുവിനോട് പഠിച്ച ഒരു കുട്ടിയും കൂടെ ഉണ്ട് കേട്ടോ. കേശു കഴിഞ്ഞ വർഷം പഠിച്ച സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ സ്കൂളും ഉള്ളത്. അപ്പം വഴുതക്കാടാണ്. എങ്കിലും പിന്നെ പുതിയ സ്കൂളാകുമ്പോഴത്തേക്കും അവന് അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. കേശു ആദ്യം പഠിച്ച സ്കൂളിൽ 7 വരെ ഉള്ളൂ. അത് UP സ്കൂളാണ്. പിന്നെ ഇവിടെയാണെങ്കിൽ +2 വരെ ഉണ്ട്. അപ്പം തൊട്ടടുത്ത് കൂടെ ആയതുകൊണ്ട് നമ്മൾ അവിടെ ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നല്ല സ്കൂളാണ് കേട്ടോ. ഞങ്ങൾക്കിന്ന് രാവിലെ കാപ്പിക്ക് പുട്ടും കടലക്കറിയാണ്. അതിനുള്ള ഉള്ളിയാണ് ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കടല ഞാൻ നേരത്തെ കുക്കറിലാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വിസിലേക്ക് കേട്ടു. പിന്നെ പാല് വന്നതും കൂടെ ഞാൻ അടുപ്പത്തേക്ക് വെച്ച് തിളപ്പിച്ച് പിന്നെ കേശുവിന് വേണ്ടിയിട്ടുള്ളതും പിന്നെ ചായക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ചായക്കുള്ള വെള്ളവും കൂടെ അടുപ്പത്തേക്ക് വെച്ച് പൊടിയിട്ട് കൊടുക്കുകയാണ്. ഞാൻ പുറത്ത് അടുപ്പും കൂടെ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുകയാണ് ഇവിടെ അടുക്കളയിൽ മൊത്തം ഉള്ളത്. ഞാൻ കുറേ നാളായി കേട്ടോ വിറകടുപ്പൊക്കെ കത്തിച്ചിട്ട്. ഞങ്ങൾക്ക് ഇവിടെ ഇടയ്ക്ക് ഗ്യാസ് തീർന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അങ്ങ് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്ത് എന്ന് വെച്ചാൽ ഒരു 2 ആഴ്ചയാവും. ആ സമയത്ത് ഞാൻ വിറകടുപ്പ് കത്തിച്ചതാണ്. അപ്പോൾ ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി എൻ്റെ നാത്തൂനും ചേട്ടത്തിയൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് ആണ് ഇത് തീർന്നത്. പിന്നെ എല്ലാവരും കൂടെ വേറെ വിറകടുപ്പിൽ കത്തിച്ചിട്ട് ഞാൻ പിന്നെ അതിൽ തന്നെ ഇപ്പോൾ ചോറൊക്കെ വയ്ക്കുന്നതും പിന്നെ വെള്ളമൊക്കെ തിളപ്പിക്കുന്നതും വിറകടുപ്പിൽ തന്നെയാണ്. പിന്നെ എപ്പോഴാണ് ഗ്യാസ് തീർന്നു പോകുന്നതെന്ന് അറിയാൻ പറ്റില്ലല്ലോ. പെട്ടെന്ന് ബുക്ക് ചെയ്യാനും പറ്റില്ല. ബുക്ക് ചെയ്താൽ പെട്ടെന്ന് വരെയില്ല. അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് രണ്ടും അടുപ്പും കൂടെ ഉപയോഗിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഞങ്ങൾ ഈ പുറത്ത് കത്തിക്കുമ്പോഴത്തേക്കും അതിൻ്റെ പുകയെല്ലാം കൂടെ വീടിൻ്റെ അകത്തേക്ക് കയറും കേട്ടോ. അപ്പോൾ വീടിൻ്റെ മൊത്തവും ഇങ്ങനെ പുകയായിരിക്കും. നമ്മൾ സാധാരണ ഈ പുക അടിക്കാത്ത അടുപ്പുണ്ടല്ലോ അത് വയ്ക്കാമെന്നാണ് വിചാരിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ ഈ അടുപ്പ് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അത് ഞാൻ നേരത്തെ ഇങ്ങനെ വെച്ച് കത്തിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ പുറത്ത് വേറെ കല്ലൊക്കെ എടുത്ത് വെച്ചിട്ട് അങ്ങനെ കത്തിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ. പിന്നെ ഈ സ്ലാബൊക്കെ കിട്ടി ആ അടുപ്പ് പുകയില്ലാത്ത അടുപ്പ് വയ്ക്കാൻ വേണ്ടി ഇരുന്നപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾക്ക് പിന്നെ സ്ഥലമില്ലാതായിപ്പോയി. പിന്നെ അതിൻ്റെ ഈ പോകുന്ന ആ കുഴൽ വരുന്നത് ഈ അപ്പുറത്തെ പുരയിടത്തിൽ കൂടെ ആയിപ്പോവും. അതുകൊണ്ട് പിന്നെ നമ്മൾ അത് വേണ്ടാന്ന് വിചാരിച്ചു. ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പോൾ കടലക്കറിക്കുള്ള ഉള്ളിയൊക്കെ വഴറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ അടുപ്പിൽ പുട്ടിനും കൂടെ വച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം സമയമായി വന്നിട്ടുണ്ട് മക്കൾക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇനി ഈ അരപ്പം കൂടെ ഇട്ട് ആ കടലയും കൂടെ എടുത്ത് തട്ടിയാൽ മാത്രം മതി. കടലയൊക്കെ വെന്തിരിപ്പുണ്ട്. ഇതിനിടയ്ക്ക് ദേവൂട്ടിക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് എണ്ണയൊക്കെ തേച്ച് കൊടുത്തു. പിന്നെ ഇതിനിടയ്ക്ക് അവളെ പോയി കുളിപ്പിച്ച് കയറ്റി. ഇടയ്ക്ക് ദേവൂട്ടി തനിയെ കുളിക്കാറുണ്ട്. മിക്കവാറും ഞാൻ തന്നെയാണ് കുളിപ്പിച്ച് കൊടുക്കുന്നത് കേട്ടോ. ചില സമയങ്ങളിൽ അവൾ കുളിക്കാമെന്ന് പറയും. ഇപ്പോൾ കടലയൊക്കെ നല്ലവണ്ണം വെന്തിട്ടുണ്ട്. നല്ലവണ്ണം വെന്തെങ്കിലും അത് ഇങ്ങനെ ഉടഞ്ഞ് വരില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ ഉടച്ച് ആണ് ഇടുന്നത്. അങ്ങനെ ആകുമ്പോഴത്തേക്കും കറി നല്ല കുറുകിയിരിക്കും കേട്ടോ. പിന്നെ ദേവൂട്ടിക്ക് ഇതാ ഭക്ഷണമൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. ദേവൂട്ടി എടുത്ത് കഴിക്കാമെന്ന് പറഞ്ഞതാണ്. പിന്നെ സമയം ഒരുപാട് ആയതുകൊണ്ട് ഞാൻ പിന്നെ എടുത്ത് കൊടുത്തതാണ്. അങ്ങനെ ദേവൂട്ടിക്ക് ഇന്ന് യൂണിഫോം ഒന്നല്ല, കേശുവിന് യൂണിഫോമാണ് കേട്ടോ. അപ്പോൾ കേശു യൂണിഫോം ഇട്ടുകൊണ്ട് പോയി. ദേവൂട്ടിക്ക് കളർ ഡ്രസ്സാണെന്ന്. അങ്ങനെ മക്കളും ചേട്ടനും പോയതിന് ശേഷം ഞാൻ എന്താ ഇവിടെ ചോറ് വെന്താന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ചോറ് വെന്തിട്ടില്ലായിരുന്നു. മക്കൾക്ക് കുളിക്കാനുള്ള വെള്ളമൊക്കെ ചൂടാക്കിയതിന് ശേഷമാണ് ഞാൻ എന്താ ഇവിടെ ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ അടുപ്പത്തേക്ക് വെച്ചത്. അപ്പോൾ കുറച്ചൊന്നും താമസിച്ചിട്ടുണ്ട്. നാളെ ഇനി നേരത്തെ എഴുന്നേറ്റ് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യണം. ആദ്യമേ ചോറിന് വെള്ളം വയ്ക്കണം. ഇന്ന് കേശുവിന് ചോറ് കൊണ്ട് പോകണ്ട, ദേവൂട്ടിക്ക് സ്കൂളിൽ ചോറുണ്ട്. അപ്പോൾ അവൾ സ്കൂളിൽ നിന്ന് കഴിച്ചോളും. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾക്കൊരു മാരേജ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നേ. ഞങ്ങളെ ഒരു റിലേറ്റീവിൻ്റെ ഞങ്ങളുടെ ഒരു മോളായിട്ട് വരും. ചേട്ടൻ്റെ വല്യമ്മയുടെ മകളുടെ വിവാഹമാണ് കേട്ടോ. അപ്പോൾ അതിന് വാങ്ങിച്ച സാരികളാണ്. കല്യാണം പ്രമാണിച്ച് അങ്ങനെ 3 സാരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ കല്യാണ വീഡിയോസൊക്കെ എടുത്തിട്ട് ഇടാമെന്ന് വിചാരിച്ചാൽ ആർക്കും ഇഷ്ടമാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇടാത്തതും. ഇപ്രാവശ്യം നമുക്ക് കിട്ടിയ അരി നല്ല വേവുള്ള അരിയാണ്. അപ്പോൾ ഏകദേശം 2 മണിക്കൂറോളം വേവുണ്ട്. ഞാനിപ്പോൾ നോക്കിയപ്പോഴും വെന്തിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ അടച്ചു വെച്ചിട്ട് വീണ്ടും വന്ന് കാപ്പി കുടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇനി എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. വെക്കേഷനൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഞാൻ ഒറ്റയ്ക്കായി കേട്ടോ ഭക്ഷണം കഴിക്കാനൊക്കെ.
അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ കുറച്ച് തുണികളൊക്കെ കഴുകിയിടാമെന്ന് വിചാരിച്ചേ. ഞാനിപ്പോൾ ഓരോ ദിവസം ഓരോരുത്തരുടെ തുണിയായിട്ടാണ് കഴുകുന്നത്. അതാകുമ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് കഴുകി തീരുന്നത് പോലെ തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസവും തുണി കഴുകുന്നുമുണ്ട് എന്നാൽ തീരുന്നുമില്ല. അങ്ങനെയായിരുന്നു. സോപ്പ് പൊടിയിൽ ഇപ്പം മുക്കി വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ടേ കഴുകുന്നുള്ളൂ. 2-3 ദിവസം കല്യാണത്തിൻ്റെ തിരക്കൊക്കെ ആയപ്പോഴത്തേക്കും ഡ്രസ്സിൻ്റെ എണ്ണമൊക്കെ നല്ലോണം കൂടിയിട്ടുണ്ട് കേട്ടോ. ഇന്നലെയൊക്കെ ഇവിടെ നല്ല മഴയായിരുന്നു. ഇന്നലെ ചെറിയ വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്യുമോ എന്നുള്ളത് അറിയില്ല. ഞാനിവിടെ ആശയിട്ടിരിക്കുന്നത് വീടിൻ്റെ സൈഡിൽ ആ സൺഷെയ്ഡിൻ്റെ അടിയിൽ കൂടെയാണ് കേട്ടോ. അപ്പം നമ്മൾ മഴ സമയത്തൊക്കെ ഇങ്ങനെ കഴുകിയിട്ട് ഞാൻ അവിടെ കൊണ്ടാണ് ഇങ്ങനെ വിരിച്ചിടുന്നത്. അപ്പോൾ വെള്ളമൊക്കെ തോർന്ന് കഴിഞ്ഞിട്ട് മുകളിൽ റൂമിൽ കൊണ്ടുവന്ന് വിരിച്ചിടാറാണ് പതിവ്. അപ്പോൾ അവിടെ കിടന്ന് അങ്ങ് ഉണങ്ങിക്കോളും. പിന്നെ വെയിൽ ഇപ്പം നമുക്ക് ഫ്രണ്ടിൽ മാത്രമേ വെയിലുള്ളൂ കേട്ടോ. പിന്നെ ഈ സൈഡിൽ ആശയിട്ടിരിക്കുന്ന ആ ഭാഗത്ത് വെയിലേ ഇല്ല. അപ്പോൾ വാഴയൊക്കെ നിൽക്കുന്നത് കൊണ്ട് അതിൻ്റെ ഇലയൊക്കെ മറിഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് വെയിലൊന്നും അടിക്കില്ല. അപ്പോൾ നല്ല വെയിലൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ ഫ്രണ്ടിൽ ആ മുൻവശത്ത് നമ്മുടെ ഗേറ്റിൻ്റെ അവിടെയൊക്കെ ഞാൻ കൊണ്ടുവന്ന് വിരിക്കാറുണ്ട്. മഴയായതുകൊണ്ട് തന്നെ ടെറസിൻ്റെ മുകളിൽ കയറി പോകാനും ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഞാൻ വീടിൻ്റെ ഒക്കെ അടിച്ചു വാരി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ ക്ലോക്ക് പണിമുടക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 7:45 വരെയൊക്കെ ക്ലോക്കിൽ സമയമൊക്കെ കറക്റ്റ് ആയിരുന്നേ. അപ്പോൾ ഈ ക്ലോക്കിൽ നോക്കിയാണ് ഇന്ന് ജോലികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ചേട്ടനായാലും ഓരോ കാര്യങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഈ ക്ലോക്കിൽ നോക്കിയിട്ടാണ് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് സമയം പോയത് അറിഞ്ഞതുമില്ല. അങ്ങനെ കേശു രാവിലെ എഴുന്നേറ്റ് ഫോണിലേക്ക് നോക്കിയപ്പോഴത്തേക്കും സമയം ഒരുപാടായിട്ടുണ്ടായിരുന്നു കേട്ടോ. 8:15 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്നായിരുന്നു ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോഴാണ് ക്ലോക്ക് നോക്കിയപ്പോഴത്തേക്കും ക്ലോക്ക് ഓടുന്നില്ല. കേശു നോക്കിയില്ലായിരുന്നെങ്കിൽ ഇന്ന് സ്കൂളിൽ പോകാനും താമസിച്ചേനെ കേട്ടോ. പിന്നെ ഇവിടെ ഒരു ബാറ്ററി ഇരിപ്പുണ്ടായിരുന്നു. അതിനെ ഞാൻ എടുത്ത് ക്ലോക്കിലേക്ക് ഇട്ടു. ഈ ക്ലോക്ക് ഇവിടെ ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ കിച്ചണിൽ നിന്നുണ്ടായാലും നേരെ നോക്കുന്നത് ഈ ക്ലോക്കിലേക്കാണ്. അപ്പോൾ ഓരോ സമയം ഇങ്ങനെ നോക്കിയാണ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞങ്ങളിവിടെ പുതിയതായിട്ട് ഒരു അയൺ ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട്. 1210 ഇതിൻ്റെ റേറ്റ് വരുന്നത്. അങ്ങനെ ഞങ്ങളെ പഴയ ഒരു അയൺ ബോക്സ് ഉണ്ടായിരുന്നു, ചീത്തയായി പോയി കേട്ടോ. ഇനി മക്കൾക്ക് യൂണിഫോമൊക്കെ തേച്ചല്ലേ ഇട്ടുകൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വാങ്ങിച്ചതാണ്. പിന്നെ ഞാൻ ഇവിടെ ഉച്ചയ്ക്കുള്ള കറികളൊന്നും വച്ചിട്ടില്ലായിരുന്നു. മക്കൾക്ക് രാവിലെ ഭക്ഷണമൊന്നും കൊണ്ടുപോകണ്ടായിരുന്നല്ലോ. കേശുവിന് ഉച്ചവരെയല്ലേ ഉള്ളൂ. ദേവൂട്ടിക്കും കൊണ്ടുപോകണ്ട, അവിടെ സ്കൂളിലുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ താമസിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നേ. പാവയ്ക്ക മെഴുക്ക് പുരട്ടിയും ചീര തോരനും പിന്നെ മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു. മാങ്ങ ഒഴിച്ചെറിയിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാവയ്ക്ക വയ്ക്കാൻ വേണ്ടി കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് ഒന്ന് മൂത്തതിന് ശേഷം ഞാൻ പാവയ്ക്കയും കൂടി എടുത്ത് തട്ടി അങ്ങ് അടച്ചു വെച്ചു. പിന്നെ അപ്പുറത്തെ അടുപ്പിൽ ചീര വയ്ക്കാൻ വേണ്ടിയിട്ട് കടുകൊക്കെ പൊട്ടിച്ചിട്ട് കുറച്ച് ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റിയതിന് ശേഷം ചീരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരിഞ്ഞ് വെച്ചതുകൊണ്ട് എനിക്ക് എളുപ്പമുണ്ട്. ഇനി ഇത് വച്ചാൽ മാത്രം മതിയല്ലേ. പെട്ടെന്ന് 3 അടുപ്പിലും കൂടെ അങ്ങ് വയ്ക്കുമ്പോഴത്തേക്കും എല്ലാം പെട്ടെന്ന് ആയിക്കോളും. അങ്ങനെ മാങ്ങയും കൂടെ ഞാൻ ഇവിടെ നടുക്കത്തെ അടുപ്പിലേക്ക് കൂടെ ഇങ്ങനെ വയ്ക്കുകയാണ്. ഇതിനിടയ്ക്ക് ഞാൻ ചോറൊക്കെ വാർത്തിട്ടുണ്ടായിരുന്നേ. ചോറൊക്കെ വാർത്ത് വെച്ചതിന് ശേഷം ഞാൻ പിന്നെ കുടിക്കാനുള്ള വെള്ളവും കൂടെ ഒരു കലത്തിൽ അടുപ്പത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അവിടെ ഇരുന്ന് അങ്ങ് തിളച്ചോളും. ചീരയൊക്കെ വെന്ത് വന്നപ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് അരപ്പിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി അതൊന്ന് ഇളക്കി ചൂടാക്കി എടുത്താൽ മതി. ഇവിടെ ചേട്ടത്തിയും ചേച്ചിയും ഒക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവർ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ മാങ്ങ. അപ്പോൾ ചേട്ടത്തിയുടെ അവിടെ എന്നുവെച്ചാൽ രണ്ടാമത്തെ ചേട്ടൻ്റെ അവിടെ മാവുണ്ട്. അപ്പോൾ അവിടുന്ന് പറിച്ച് കൊണ്ടുവന്നതാണ് മാങ്ങ. അപ്പോൾ കുറേ ഉണ്ടായിരുന്നു. ഞാൻ അത് കുറച്ചെടുത്ത് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒഴിച്ച് കറിയൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട്. ബാക്കിയെടുത്ത് അച്ചാറിടാണ് ചെയ്തത്. ഇനിയിപ്പോൾ കേശുവിന് സ്കൂളിൽ കൊണ്ടുപോകണമല്ലോ. അപ്പോൾ അവന് അച്ചാറും കൂടെ കൊടുത്തു വിടണം. അതിന് വേണ്ടി ഞാൻ അച്ചാർ അല്ലാതെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ച് കറിയൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എൻ്റെ തോരനും പിന്നെ മാങ്ങ ഒഴിച്ച് കറിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ പാവയ്ക്ക ഇത്തിരി വേവുണ്ട് കേട്ടോ. പാവയ്ക്ക പെട്ടെന്ന് വെന്ത് കിട്ടുന്നില്ല. 2-3 ദിവസമായി വാങ്ങിച്ചിട്ട്. ചിലത് പെട്ടെന്ന് വേവും, ചിലത് പെട്ടെന്ന് വേവില്ല കേട്ടോ. പിന്നെ ഞാൻ ഈ പാവയ്ക്ക വെള്ളം തളിക്കാതെയാണ് വേവിച്ചെടുക്കുന്നത്. വെള്ളമൊന്നും ഒഴിക്കാതെ അല്ലാതെ കടുക് അങ്ങനെയാണ് വേവിച്ചെടുക്കുന്നത്. അതിൻ്റെ ഈർപ്പം കൊണ്ട് തന്നെയാണ് വേവുന്നത്. പിന്നെ അല്ലാതെ ഇങ്ങനെ വെള്ളം തളിച്ച് വേവിക്കുമ്പോഴത്തേക്കും അതിങ്ങനെ കുഴഞ്ഞതുപോലെ ഇരിക്കും. ഭക്ഷണമൊക്കെ വേവിച്ച ശേഷം ഞാൻ ഇവിടെ കൗണ്ടർ ടോപ്പിൻ്റെ പുറവും അടുപ്പിൻ്റെ പുറമൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. ഇപ്പോഴും പാവയ്ക്ക വെന്തിട്ടില്ല കേട്ടോ. അത് അടുപ്പിൽ തന്നെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ ഭക്ഷണം വെച്ചതിൻ്റെ കുറച്ച് പാത്രങ്ങളും കൂടെ കഴുകാനുണ്ട്. രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കിയതിൻ്റെ പാത്രങ്ങളൊക്കെ ഞാൻ അപ്പോഴേ തന്നെ കഴുകിയിട്ടുണ്ടായിരുന്നു.
കുറച്ച് വെള്ളം കൂടെ കുടിച്ചിട്ട് എനിക്കിനി തുണി കഴുകാൻ വേണ്ടി പോകണം. രാവിലെ ഞാൻ തുണിയൊക്കെ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ഞാൻ ഇതാ ഇവിടെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കഴുകുന്നൊന്നും എടുത്തില്ല. ഇപ്പം കേശുവിൻ്റെ ഡ്രസ്സാണ് ഞാൻ ഇന്ന് കഴുകിയത്. അവൻ കല്യാണത്തിന് ഒരു ദിവസം 2-3 ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളും അതുപോലെ തന്നെ ആയിരുന്നു. അതുകൊണ്ട് ഇതിൽ കഴുകാനും കൂടുതലുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ.